സ്കൂളിലെ ഓണാഘോഷത്തെക്കുറിച്ച് വർഗീയ പരാമർശം നടത്തിയ അധ്യാപകരെ സംരക്ഷിക്കാൻ SDPI അധ്യാപകരുടെ പരാമർശത്തിൽ വർഗീയ ചേരിതിരിവില്ലെന്നാണ് SDPIയുടെ വാദം. സ്കൂളിനും അധ്യാപകർക്കും പൂർണ്ണ പിന്തുണ നൽകുന്നതായും ഭീകര സംഘടനയായ SDPI വ്യക്തമാക്കുന്നു. തൃശൂർ പെരുമ്പിലാവ് സിറാജുൽ സ്കൂളിലെ അധ്യാപകരാണ് ഓണവുമായി ബന്ധപ്പെട്ട് വർഗീയ പരാമർശങ്ങൾ നടത്തിയത്. വിവരങ്ങൾ സാനു കെ സജീവ് നൽകും. സാനു, ഇപ്പോൾ ഈ ഓണം മുസ്ലിങ്ങൾ ആഘോഷിക്കേണ്ടതില്ല എന്നാണല്ലോ ഈ അധ്യാപകർ സ്കൂളിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത്. അതിൽ SDPIയുടെ നിലപാട് എന്ന് പറയുന്നത് സ്വാഭാവികമായും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം SDPI സ്വപ്നം കാണുന്ന ഒരു നാട് അത് താലിബാൻ ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതായത് പെൺകുട്ടികളും ആൺകുട്ടികളും മിണ്ടാത്ത ഒരു നാട്, അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമായി പ്രത്യേക ക്ലാസ്സുകൾ, മുഖം മുഴുവൻ മറച്ചുകൊണ്ട്, ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗം മറച്ചുകൊണ്ട് പുറത്തേക്ക് പർദ്ദ മാത്രം ധരിച്ചുകൊണ്ട് സ്ത്രീകൾ നടക്കുന്ന ഒരു സങ്കല്പം. അതൊക്കെയാണല്ലോ SDPI വിഭാവനം ചെയ്യുന്ന അവരുടെ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമാണല്ലോ അവരുടെ ഈ വിഷയത്തിലെ ഈ നിലപാടും. സാനു. ഗൗതം, തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇത്രയുമായിട്ട് എന്തുകൊണ്ട് SDPI കടന്നു വന്നില്ല എന്ന് ചിന്തിച്ച് ഇരിക്കുന്ന വേളയിലാണ് അവരുടെ ഒരു ആകസ്മികമായിട്ടൊരു കടന്നുവരവ് എന്ന് തന്നെ വേണം പറയാനായിട്ട്. ആദ്യഘട്ടത്തിലൊക്കെ ഇവർക്ക് മൗനമായിട്ടുള്ള പിന്തുണയൊക്കെയാണ് ഇവർ നൽകിയിരുന്നത്. ഒപ്പം തന്നെ ഈ ഇത്തരം ഒരു വർഗീയ പരാമർശമൊക്കെ ഉണ്ടായതിന് തൊട്ട് പിന്നാലെ സ്കൂളിലെത്തുകയും രഹസ്യമായി സ്കൂളിലെത്തുകയും ഒപ്പം തന്നെ ഈ അധ്യാപകർക്ക് വേണ്ട പിന്തുണയൊക്കെ ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നു. പിന്നീട് ഇത് കേസാവുകയും പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് ഈ SDPIയുടെ പരസ്യ നിലപാട് സ്വീകരണവും ഒപ്പം തന്നെ അധ്യാപകരുടെയൊക്കെ വീട്ടിലെത്തിയിട്ട് അവർക്ക് പിന്തുണ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ വർഗീയ പരാമർശം, അതായത് വിഷലിപ്തമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഈ ഒരു വാക്കുകൾ പുറത്തു വന്നതിന് ശേഷം പല കോണുകളിൽ നിന്ന്, സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഇവർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. സാധാരണ മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, നമ്മൾ കണ്ടുവരുന്നത്, നമ്മൾ ശീലിച്ചിരിക്കുന്നതാണ്. അതിനപ്പുറം ഈ ഗുരുവിൽ നിന്ന് ഇത്തരം വർഗീയത, തീവ്ര വർഗീയത പുറത്തു വരുന്നതൊക്കെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം അധ്യാപകരുടെ നാവിൽ എന്താണ് വരുന്നത് അത് തന്നെയായിരിക്കും നാളെ കുട്ടികൾ ഏറ്റുപിടിക്കുക, അല്ലെ ഏറ്റുചൊല്ലുക. അപ്പോൾ ആ അധ്യാപകരുടെ വായിൽ നിന്ന് വന്നിരിക്കുന്ന ഇത്രയും കടുത്ത വർഗീയത, ആ വർഗീയ വിഷം ഈ കുട്ടികളിലേക്ക് എത്രത്തോളം അവർ പകർന്നു നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു ചോദ്യചിഹ്നമായി, വലിയൊരു ആശങ്കയായി നമ്മുടെ ഇടയിൽ നിൽക്കുന്ന വേളയിലാണ് ഇവർക്ക് പിന്തുണയുമായിട്ട് SDPIയുടെ ഭാഗത്ത് നിന്ന് ഉള്ള നേതാക്കൾ, ജില്ലാ നേതാക്കൾ അടക്കം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും സ്കൂളിനും ഈ പരാമർശം നടത്തിയിട്ടുള്ള, വർഗീയ പരാമർശം നടത്തിയിട്ടുള്ള അധ്യാപകർക്കും എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്നാണ് SDPIയുടെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ നമ്മൾക്ക് എല്ലാവിധ പിന്തുണ എന്ന് പറയുമ്പോഴത്തേന് നിയമസഹായം അടക്കം അവർ നൽകുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അത്തരം കാര്യങ്ങളും ഇതിനൊപ്പം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു പടി കൂടി കടന്നിട്ട് അവർ പറയുന്നു, പോലീസ് എടുത്തിട്ടുള്ള കേസ് പുനഃപരിശോധിക്കണം. അതായത് വർഗീയ പരാമർശം നടത്തുന്നു, കുട്ടികൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നു ഉള്ള കാര്യങ്ങളിലെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ആ കേസും കൂടെ പുനഃപരിശോധിക്കണമെന്നാണ് SDPI വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും SDPI വിഷയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ അധ്യാപകർക്കും വിദ്യാലയത്തിനുമെല്ലാം അവർ പിന്തുണയും നൽകിയിട്ടുണ്ട്. ഗൗതം. തൃശ്ശൂരിൽ ഓണാഘോഷത്തിൽ നിന്നും മുസ്ലിം കുട്ടികൾ വിട്ടുനിൽക്കണം. ക്രിസ്മസും ഓണവും ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ മുസ്ലിങ്ങൾ ആചരിക്കുന്നത് അത് മുസ്ലിം മതത്തിന് വിരുദ്ധമാണെന്ന് പ്രചരിപ്പിച്ച അധ്യാപകർക്ക് പിന്തുണയുമായി ഇപ്പോൾ തീവ്ര ഇസ്ലാമിക സംഘടനയായ SDPI രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ അധ്യാപകർ വിദ്യാർത്ഥികളോട് പറഞ്ഞ ഈ പച്ചയായ വർഗീയതയിൽ ഒന്നും എടുത്തു കാണേണ്ടതില്ല എന്ന് പറയുന്ന SDPI ഇപ്പോൾ ഈ വർഗീയത പ്രചരിപ്പിച്ച കൊച്ചു കുരുന്നുകളിലേക്ക് ഈ വിഷം കുത്തിവെച്ച അധ്യാപികമാർക്ക് പിന്തുണ നൽകിക്കൊണ്ട് SDPI രംഗത്തെത്തിയിരിക്കുന്നു. അവരുടെ നിലപാടിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം താലിബാൻ ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി ആവിഷ്കരിക്കണമെന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന തീവ്ര ഇസ്ലാമിക സംഘടനയാണ് SDPI. അതിനാൽ ഈ തീവ്രവാദ സ്വഭാവമുള്ള അധ്യാപകരെ കൂടി ഇപ്പോൾ പിന്തുണയ്ക്കാനാണ് SDPI നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.